ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഉച്ചക്കത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അടുപ്പ് കത്തിക്കാനൊന്നുമില്ല, ഇന്ന് ഗ്യാസും ഒന്നും ഞാൻ കേട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കുന്നത്. രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത്യാവശ്യം നല്ലോണം വൈകി തന്നെ പോയിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്, അരിയിട്ട് കൊടുക്കട്ടെ. ഞാൻ ചോറ് വിറകടുപ്പെന്ന് തന്നെയാണ് ഉണ്ടാക്കാറ്. പിന്നെ അടുപ്പ് കത്തിക്കാണ് നിൽക്കാറില്ല, ദിവസം അടുപ്പ് കത്തിക്കും. പക്ഷെ ഇന്ന് വൈകിയത് കൊണ്ട് മാത്രമാണ് ഗ്യാസിലേക്ക് വെച്ചത്. ഇനിയിപ്പോൾ ഇത് കുറച്ച് മീനുണ്ട്, ഇന്നലെ ക്ലീനാക്കി വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ. അതുകൊണ്ട് ഇനി ഒരു മുളക് കറിയും കൂടി വെക്കട്ടെ. ഇതാ തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേഗം തന്നെ ഇതിനുള്ള മസാല ഒക്കെ ചേർത്ത് പെരക്കി വെക്കട്ടെ. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പെരക്കി വെക്കട്ടെ. മുളക് പൊടി നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ചേ ചേർക്കാറുള്ളൂ. ഇപ്പം സമയം 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കൾക്കൊന്നും എന്താ പറയുക, ഒരു മൂടില്ലാത്ത ദിവസമായിരുന്നു, അതുകൊണ്ട് ആകെ വൈകി. ഇപ്പം മൂടൊക്കെ ഒന്ന് ചെറിയൊരു മാറ്റം വന്നവരുണ്ട്, മുറ്റത്തുനിന്ന് കളിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടെടുത്ത് ഒന്ന് തക്കാളി വാട്ടിയെടുക്കട്ടെ. ഇടയ്ക്ക് ഞാനൊന്ന് പുറത്ത് പോയി നോക്കുന്നുണ്ട് മക്കളെ അടുത്ത് എന്താ എടുക്കുന്നതെന്ന്. ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓലെ പുറത്തേക്ക് വിടാറേ ഇല്ല. ഇന്നത്തെ പോലെ മൂടും ശരിയില്ല, പിന്നെ ഇന്ന് മഴയും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കിൻ്റെ ലഞ്ചിൻ്റെ കാര്യം കൂടെ റെഡിയാക്കാമെന്ന്. ജോലിക്ക് മഴയത്തിറങ്ങലാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി വേഗം തന്നെ മീനും കൂടെ ഇട്ട് കൊടുക്കട്ടെ. അതിലേക്ക് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടെ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മീൻ തിളക്കുന്നുണ്ട്. ഇനിയിപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഇന്നലെ ഞാൻ ഈ പയറിൻ്റെ കറിയായിരുന്നു വെച്ചത്, അപ്പോൾ അത് കുറച്ച് കൂടുതലായിപ്പോയി. അപ്പം തന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം പിന്നെ കറി ഇന്ന് വെക്കണ്ട, അതുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ ചോറും വന്നിട്ടുണ്ട്, ഇതൊന്ന് ഊറ്റിയെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ തൈര് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ടൊന്ന് റെഡിയാക്കി വെക്കട്ടെ. പിന്നെ പപ്പടവും കൂടെ പൊരിച്ചാൽ ലഞ്ചിൻ്റെ കാര്യം റെഡിയായി. ലഞ്ചിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ടെങ്കിലും എനിക്കൊരു തൃപ്തി വന്നിട്ടില്ല കേട്ടോ. കാരണം എന്താണല്ലേ, ഉപ്പേരി ഇല്ലാത്തതുകൊണ്ട്. എനിക്ക് ഉപ്പേരി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. പപ്പടം പൊരിക്കുമ്പോൾ എന്തായാലും കുറച്ചധികം തന്നെ പൊരിക്കണം കേട്ടോ. കാരണം എന്താ, പപ്പടം ഉണ്ടെന്ന് പറഞ്ഞാൽ മക്കളെന്തായാലും ചോറിന് വരും. പക്ഷെ ചോറ് പോലും തിന്നൂല, ഒരു 2-3 പപ്പടം ഓരോരുത്തർക്കായിട്ട് തന്നെ വേണ്ടി വരും. ഇന്ന് നല്ല വെയിൽ തന്നെ കാണുന്നുണ്ട്, പക്ഷെ എൻ്റെ അലക്കലും തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം തന്നെ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. മക്കളുടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ വിളിക്കുന്നത്, നാരങ്ങ ഉണ്ടായിട്ടുണ്ട്, അത് പറിക്കണമെന്നും പറഞ്ഞിട്ട്. കുറേ നേരമായി എന്നെ വെയിറ്റ് ചെയ്ത് പോലെ നിൽക്കുന്നു. ഇനി ലേറ്റായാൽ ചിലപ്പോൾ സ്വഭാവം തന്നെ മാറും. അപ്പോൾ അത് പോയിട്ടൊന്ന് പറിച്ചു കൊടുക്കട്ടെ. ഒരു 5-6 കായകളുണ്ട്, എന്നാലും മൂത്തത് മാത്രം എങ്ങനെയും സോപ്പിട്ട് പറിച്ചിട്ട് അവിടെ നിന്ന് കൂട്ടിപ്പോരണം. അപ്പോൾ അതാ ഞാനൊരു പാത്രങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, നല്ല സന്തോഷത്തോടെ തന്നെ പറിക്കാൻ പോയിട്ടുണ്ട്. നാരങ്ങ പറിക്കലൊക്കെ കഴിഞ്ഞ് അലക്കാനുള്ളത് മെഷീൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി വേഗം തന്നെ കിച്ചണിലേക്ക് വന്ന് ഒന്ന് അടിച്ച് വാരിയിടട്ടെ. ഇന്നിനിയിപ്പം തുടക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. മക്കളെ കുളിപ്പിക്കണം, ഒലിക്ക് ഫുഡ് കൊടുക്കണം. ഞാൻ ഡെയിലി തുടക്കാറൊന്നുമില്ല കേട്ടോ, ആഴ്ചയിൽ ഒരു ദിവസം തുടക്കും. കിച്ചണ് പിന്നെ ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ തുടക്കും. ഇനിയിപ്പോൾ ഇതാ 2 പേരും കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ പറയുന്നുണ്ട്, ഇനി കുളി ചെയ്യുന്നത് അത് തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.